ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെട്ടിനാട് ഫ്രൈഡ് ചിക്കൻ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര്, ഏകദേശം 2 ടീസ്പൂണോളം ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ കവർ ചെയ്ത് അരപ്പ് നന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ വെച്ചേക്കുകയാണ്. ഒരു 30 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ നേരമൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെട്ടിനാട് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് എല്ലാം കൂടെ, ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലിയാണ്, കൊറിയാൻഡർ സീഡ്സ്, 3/4 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിലേക്ക് കുരുമുളക്, പെപ്പർകോൺസ് 1/2 ടീസ്പൂൺ, സിനമൺ ഒരു ചെറിയ കഷ്ണം, ഏലക്ക ഒരു 2 എണ്ണം, ഗ്രാമ്പൂ 2 എണ്ണം. അത് എരിവില്ലാത്ത മുളകാണ്, പേടികെ ചില്ലി അല്ലെങ്കിൽ കാശ്മീരി മുളക് ഒരു 3 എണ്ണം, സ്പൈസി ആയിട്ടുള്ള ചില്ലി ഞാൻ 2 എണ്ണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെട്ടിനാട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ ഫ്ലവർ ചേർക്കും. കൽപ്പാസി എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. ഇത് ചെറിയൊരു കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം മതി. കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്, നമുക്ക് ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല. ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇടുക. പക്ഷേ ഇത് ഒരു യുണീക്ക് ഫ്ലേവർ കൊടുക്കും, നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ചെട്ടിനാട് പ്രിപ്പറേഷന്. അപ്പോൾ അതോടെ ചേർക്കാം. ഈ ഫ്ലെയിം ഓണാക്കി നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങയോടെ ചേർക്കണം. അതോടെ ചേർത്ത് തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റുന്ന ഒരു പരുവത്തിന് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എപ്പോഴും ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ എല്ലാം അങ്ങ് പോവും, ബേൺ ഫ്ലേവർ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഈ മിക്സർ ഇനിയും ആയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേങ്ങയുടെ കളറൊന്നും മാറിയിട്ടില്ല. ആ ഒരു പരുവത്തിലായി എടുക്കുക, ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ചൂട് ആറിക്കഴിയുമ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കും. ഈ കൂളായ മിക്സർ നമുക്ക് മിക്സറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇച്ചിരി തരിതരിപ്പായിട്ടാണ് നമുക്ക് വേണ്ടത്, ഒത്തിരി ഫൈൻ പൗഡർ അല്ല. അപ്പം നമ്മളിവിടെ മുളക് ഇത്ര ഇട്ടേക്കെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ ഇച്ചിരി സ്പൈസി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചെട്ടിനാട് പ്രിപ്പറേഷൻ യൂഷ്വലി സ്പൈസിയാണ്, ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. തരിതരിപ്പായിട്ട് പൊടിച്ചു. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ചൂടാക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു മീഡിയം സൈസിലുള്ള സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് ചേർക്കാം. അതിനൊപ്പം തന്നെ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്ത് സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ചതച്ചതോ പേസ്റ്റോ ചേർക്കാം, 1.5 ടീസ്പൂൺ. ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ, പച്ചമണം നന്നായിട്ട് മാറണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ആണ്, അത് ഫൈൻ ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് ഈ സ്റ്റേജിൽ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് കുക്ക്ഡ് ആവാനായിട്ടാണ്.
ടൊമാറ്റോ ഒക്കെ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ 2 മിനിറ്റോളം മീറ്റിനെ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് ഈ മസാല ചേർക്കാം. ഞാൻ ഈ മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം വേണം. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തു. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ യൂഷ്വലി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ 20-25 മിനിറ്റ് സമയം എടുക്കും. നമ്മൾ ചിക്കൻ വിത്ത് ബോണാണ് എടുത്തേക്കുന്നത്. 20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞു. കുറച്ച് ഗ്രേവിയും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിടുക, വെള്ളം വറ്റിച്ചെടുക്കാം. ഇത് ഫ്രൈഡ് ചിക്കൻ ആണല്ലോ, അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ അല്ല, നമ്മൾ ഈ മസാലയിൽ പൊതിഞ്ഞായിരിക്കും ഫ്രൈഡ് ചിക്കൻ ഇരിക്കുക. അപ്പോൾ നമ്മുടെ അകത്തുള്ള ഗ്രേവി എല്ലാം ഡ്രൈ ആയി. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇടാം, ഫ്രഷ് കറിവേപ്പില. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ. മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചിക്കൻ കുക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ നിറച്ചെടുത്തില്ല, പൊടിക്ക് താഴെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം നമ്മൾ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ടോട്ടൽ ചേർത്തേക്ക്. സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ ഇച്ചിരി മുമ്പ് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചെട്ടിനാട് ഫ്രൈഡ് ചിക്കൻ 4 പേർക്ക് സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. എപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മുളകിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നല്ലത് കേർഡ് റൈസിൻ്റെ കൂടെ നല്ലതാണ്. കേർഡ് റൈസ്, ലെമൺ റൈസ് അങ്ങനെയുള്ള റൈസുകളുടെ കൂടെ നല്ലതാണ്. അതുകൂടാതെ പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ നന്നായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.